കീം 2024 സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസിയുടെ ലാസ്റ്റ് റാങ്ക് ടേബിളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇൻഫർമേഷൻ ടെക്നോളജി ചെയ്യുമോ എന്ന് വെച്ചിട്ട്. സോ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി, അതൊരു ഗവൺമെൻറ് ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജാണ്. അവിടെ 7477 ആയിരുന്നു സ്റ്റേറ്റ് മെറിറ്റിൽ കഴിഞ്ഞ വർഷം IT-ക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ഇഴവ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് 20,892, അതായത് ഒരു 21,000 ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കിട്ടും. ഓക്കെ, ഇനി SC ആണെങ്കിൽ ഒരു 50,000, ST ആണെങ്കിൽ ഒരു 50,000 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടുക്കിയിൽ IT പഠിക്കാം. ഇനി GEC പാലക്കാടാണ്. GEC പാലക്കാടും ഒരു ഗവൺമെൻറ് കോളേജാണ്. അവിടെ സ്റ്റേറ്റ് മെറിറ്റിന് കഴിഞ്ഞ വർഷം കയറിയുള്ളത് 9,469 ആണ്. ആൻഡ് ആ റേഞ്ച് റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം ആ കോളേജിൽ IT-ക്ക് പഠിക്കാം. ഓക്കെ, നിങ്ങൾ ഇഴവ കാറ്റഗറി ആണെങ്കിൽ 10,768 ആയിരുന്നു കഴിഞ്ഞ വർഷം കയറിയത്. സോ ഒരു 10,000, ഒരു 11,000 റേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം IT-ക്ക് പാലക്കാട്. അടുത്ത മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ ഒരു 10,248 ആയിരുന്നു കഴിഞ്ഞ വർഷം. സോ ഈ ഒരു വർഷം ആ ഒരു റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇനി SC ഒരു 45,000 ഒക്കെ ഉണ്ടെങ്കിൽ പഠിക്കാം. STയും ഒരു 50,000 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലക്കാട് പഠിക്കാവുന്നതാണ്. അടുത്തത് GEC ബാട്ടൺ ഹില്ലാണ്. ബാട്ടൺ ഹില്ലിൽ 6,214 ആയിരുന്നു കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. സോ ഈ ഒരു വർഷം ഏകദേശം 6,000, 7,000 റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാട്ടൺ ഹില്ലിൽ IT-ക്ക് പഠിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ഇഴവ കാറ്റഗറി ആണെങ്കിൽ 6,875 ആയിരുന്നു കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ടായിരുന്നത്. ഇനി മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ ഒരു 7,576 ആയിരുന്നു കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അവിടുത്തെ SC ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 41,000 അല്ലെങ്കിൽ ഒരു 42, 45, 50 റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് SC ST ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബാട്ടൺ ഹില്ലിൽ IT പഠിക്കാം. ഓക്കെ, പിന്നെ LBS കാസർഗോഡും അത്യാവശ്യം നല്ല കോളേജ് തന്നെയാണ്. LBS കാസർഗോഡ് ആണെങ്കിലും LBS വിമൻസ് തിരുവനന്തപുരം ആണെങ്കിലും നല്ല കോളേജാണ്. ഒരു 27,000 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് LBS കാസർഗോഡ് സ്റ്റേറ്റ് മെറിറ്റിൽ പഠിക്കാം. ഇനി LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമൻസിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റ് ഒരു 20,000 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പഠിക്കാം. ഓക്കെ, ഇവിടെ LBS വിമൻസ് കോളേജിൽ തിരുവനന്തപുരത്ത് പഠിക്കാം. സ്റ്റേറ്റ് മെറിറ്റ് റാങ്കാണ് IT-ക്ക്. അതുപോലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരിയിൽ ഒരു 25,372 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ അവിടെ പഠിക്കാം. ഇനി യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാര്യവട്ടം തിരുവനന്തപുരം, അവിടെ 31,902 ആയിരുന്നു കഴിഞ്ഞ വർഷം കയറിയുള്ള സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. സോ ഒരു 31,000-32,000 ഒക്കെ റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം അവിടെ പഠിക്കാം. ഓക്കെ, ഇനി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകരയാണ്. അവിടെ 35,870 ആണ് കഴിഞ്ഞ വർഷം കയറിയുള്ളത്. ഒരു 36,000 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം കയറാം. അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയം, അതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അവിടെ നിങ്ങൾക്ക് 49,000 ഉണ്ടെങ്കിൽ 40,000 ഉണ്ടെങ്കിൽ അവിടെ പഠിക്കാം. അതായത് കഴിഞ്ഞ വർഷം കയറിയിട്ടുള്ളത് 39,659 ആയിരുന്നു. സോ ആ ഒരു റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം അവിടെ അമൽജ്യോതിയിൽ IT-ക്ക് പഠിക്കാം. അടുത്ത് KMCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോഴിക്കോടാണ്. അവിടെ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക് 47,784 ആണ്. സോ ഈ ഒരു വർഷം 47,000-48,000 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് KMCTയിൽ IT-ക്ക് പഠിക്കാം. ഇനി MEA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് MEA എഞ്ചിനീയറിംഗ് കോളേജ് വേങ്ങൂർ, അവിടെ 37,564 ആയിരുന്നു കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് വന്നിട്ടുള്ളത്. ഇനി രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എറണാകുളം, അവിടെ 1,19,000 ആയിരുന്നു. 11,912 ആണ് അവിടെ കയറിയുള്ള IT-യുടെ റാങ്ക് വന്നിട്ടുള്ളത്. 11,000 ആണ്, 1,00,000 പറഞ്ഞതിന് സോറി. പിന്നെ TOCH ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എറണാകുളം, അവിടെ 28,603 ആയിരുന്നു കഴിഞ്ഞ വർഷം കയറിയുള്ള സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. ഇനി അടുത്തത് വിശ്വജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എറണാകുളം, അവിടെ 37,273 ആണ് കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. സോ ഈ ഒരു റേഞ്ച് റാങ്ക് നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടെങ്കിൽ ഈ കോളേജിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാവുന്നതാണ്. സോ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് സൂൺ വരുന്നതായിരിക്കും. സോ
നല്ലോണം വൈസായിട്ട് ചൂസ് ചെയ്യുക. പിന്നെ കിട്ടിയതിന് ശേഷം റിഗ്രറ്റ് അടിക്കരുത്. ഇപ്പം തന്നെ കോളേജും ഏത് സ്ട്രീം വേണമെന്നൊക്കെ ഇപ്പം തന്നെ ആലോചിച്ച് തീരുമാനിച്ച് വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്